ഹലോ എല്ലാവർക്കും ARJ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലൈക്കോട്ടെ വാലിബൻ സിനിമ കണ്ടു. സിനിമയെ കുറിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും മലൈക്കോട്ടെ വാലിബൻ ഒരു വർഷം മുമ്പ് ഷൂട്ടിംഗ് തുടങ്ങിയ ഒരു പടമായിരുന്നു, അനൗൺസ് ചെയ്ത പടമായിരുന്നു. അപ്പോൾ ആ അനൗൺസ് ചെയ്ത റൂമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അനൗൺസ്മെന്റിന് മുമ്പ് കുറേ റൂമേഴ്സ് ഉണ്ട്. അന്ന് തൊട്ട് കാത്തിരിക്കാൻ തുടങ്ങിയതാണ് ലാലേട്ടന്റെ LJP പടത്തിനായിട്ട്. നോട്ട് ദ പോയിന്റ്, LJP ലിജോ ജോസ് പല്ലിശ്ശേരി പടത്തിനായിട്ട്. ഓക്കെ, അങ്ങനെ ഒരു പെർട്ടിക്കുലർ കാറ്റഗറി ഓഫ് ആൾക്കാർ ലിജോ ജോസ് പല്ലിശ്ശേരി പടത്തിൽ മോഹൻലാൽ വരണമെന്ന് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും വൈശാഖ് നിർമ്മിക്കുന്നത് പോലത്തെ ഒരു സിനിമ കാണാനായിരിക്കത്തില്ല, അല്ലെങ്കിൽ ഒരു രാജമൗലി പടം കാണാനായിരിക്കത്തില്ല. ലിജോ ജോസ് പല്ലിശ്ശേരി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു മോഹൻലാൽ പടം, ലിജോ ജോസ് പല്ലിശ്ശേരി പടത്തിലേക്ക് മോഹൻലാലിനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് എങ്ങനെ ആയിരിക്കും എന്ന് അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷയിലുള്ള ഒരു കാത്തിരിപ്പായിരുന്നു അത്. അപ്പൊ എന്തായാലും ആ ഒരു കാത്തിരിപ്പിന് ഇപ്പൊ എന്തായാലും അവസാനമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പടത്തിനകത്ത് ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് ഫാൻ ഷോ വയ്ക്കാനായിട്ട് തീരുമാനിച്ചതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെയാണ് തോന്നിയത്. കുറേ ഫാൻസിനൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്ക് തിയേറ്റർ റെസ്പോൺസിൽ നിന്ന് തന്നെ മനസ്സിലായി. കാരണം കുറേ പേരൊക്കെ അവിടെ ഇരുന്നിട്ട് പടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കമന്റ് അടിക്കുക, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് പേഴ്സണലി അതൊക്കെ കുറച്ച് ഇറിറ്റേഷൻ ആയി. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ കമന്റ് അടിക്കുമ്പോഴത്തേക്കും കാണുന്ന എല്ലാവർക്കും ഒരേ ടെസ്റ്റ് ആയിരിക്കത്തില്ലല്ലോ. മറ്റുള്ളവർ ചിലപ്പോൾ ആസ്വദിച്ച് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള കമന്റ് അടിയൊക്കെ മറുവശത്ത് വരുന്നത്. ഓക്കെ, അപ്പം അതെനിക്ക് കുറച്ച് ഇറിറ്റേഷൻ ആയി. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള കമന്റ് അടിയൊക്കെ, അത് മോഹൻലാലിന്റെ ഫാൻ ഷോയ്ക്ക് കയറിയിട്ടാണ് ഈ ഒരു അവസ്ഥ വന്നതെന്ന് ഓർക്കുമ്പോഴത്തേക്ക് അവരൊക്കെ ഫാൻസ് തന്നെ ആണെന്നും സംശയമാണ് കേട്ടോ. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായി മൊത്തത്തിൽ. അപ്പൊ എന്തായാലും ലിജോ ജോസ് പല്ലിശ്ശേരി പടം എന്ന് തന്നെ നമുക്ക് മലൈക്കോട്ടെ വാലിബന്റെ ജേണർ പറയാം. ഞാൻ നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയെ കുറിച്ച് ഒപ്പീനിയൻ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിരുന്നു, ഈ ഒരു സിനിമയ്ക്ക് പ്രത്യേകിച്ച് ജേണർ ഒന്നുമില്ല, ഒരു ലിജോ ജോസ് പല്ലിശ്ശേരി പടം. തീർച്ചയായിട്ടും മലൈക്കോട്ടെ വാലിബനും ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു സിനിമയാണ്. ഫാന്റസി ചൊവ്വയൊക്കെ ഉള്ള ഒരു ലിജോ ജോസ് പല്ലിശ്ശേരി പടം. പക്ഷെ ഫാന്റസി ആണെങ്കിൽ കൂടി അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും എടുത്തിരിക്കുന്ന ആ ഒരു രീതി പക്ക ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ആ ഒരു രീതിയിലാണ്. പിന്നെ ലാലേട്ടന് വേണ്ടി ലിജോ ജോസ് പല്ലിശ്ശേരി എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഒരു കോംപ്രമൈസ് ലിജോ ജോസ് പല്ലിശ്ശേരി ഈ ഒരു സിനിമയ്ക്കകത്ത് എടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ നേരത്തെ ഉള്ള സിനിമകളൊക്കെ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും, ലാസ്റ്റ് നമുക്ക് പ്രേക്ഷകന് ഊഹിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ആയിരിക്കും. നൻപകൽ നേരത്തെ മയക്കം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആമേനൊന്നുമല്ല കേട്ടോ, നൻപകൽ നേരത്തെ മയക്കം ആ ഒരു സിനിമ എക്സാമ്പിൾ പറയാം. ഒരു അസാധാരണമായിട്ടുള്ള ഒരു ക്ലൈമാക്സ് ആയിരിക്കും ലിജോ ജോസ് പല്ലിശ്ശേരിക്ക് ആ ഒരു സിനിമയ്ക്ക് കൊടുക്കാറുള്ളത്. പക്ഷേ ഈ ഒരു മലൈക്കോട്ടെ വാലിബൻ എന്ന ഈ ഒരു സിനിമയ്ക്ക് സ്പൂൺ ഫീഡിങ് പോലെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് എൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു ട്വിസ്റ്റും സസ്പെൻസും ഒക്കെ അതിനകത്തുണ്ടെന്ന് കൂട്ടിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ലിജോ ജോസ് പല്ലിശ്ശേരി പടം തീർച്ചയായിട്ടും ഈ ഒരു സിനിമ വൈശാഖിനെ പോലെ അല്ലെങ്കിൽ രാജമൗലിയെ പോലെ നിർമ്മിക്കുന്ന ഒരു ഡയറക്ടറുടെ ആണെന്ന് വിചാരിച്ചിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിരാശപ്പെട്ടു പോകും. ഒരു LJP പടം കാണാനായിട്ടുള്ള ഒരു ആഗ്രഹം, ലിജോ ജോസ് പല്ലിശ്ശേരി പടത്തിൽ ലാലേട്ടനെ കാണാനായിട്ടുള്ള ഒരു ആഗ്രഹമായിട്ടാണ് ഞാൻ തിയേറ്ററിൽ പോയത്. എൻ്റെ ആഗ്രഹം ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയെന്ന് തന്നെ പറയാം. പക്ക ലിജോ ജോസ് പല്ലിശ്ശേരി പടം ഒരു മാസ്റ്റർ പീസ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം അമ്മാതിരി മേക്കിങ്, ഒരു ഫ്രഷ് സാധനം തിയേറ്ററിൽ കാണുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു രീതിയിലുള്ളൊരു ഫ്രഷ് അറ്റംപ്റ്റ് സ്ക്രീനിൽ കാണുന്നു. ആ ഒരു ഫ്രഷ്നെസ്സോട് തന്നെ സിനിമ കണ്ട് തീർക്കാനും നമ്മുടെ ലാലേട്ടനെ ആ ഒരു വാലിബൻ എന്ന കഥാപാത്രത്തിൽ കാണാനും കണ്ണിറച്ച് കാണാനും സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് ഞാൻ. വാലിബൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ പക്ക ലാലേട്ടന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫിറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അത് സ്ക്രീനിൽ ലാലേട്ടനെ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇങ്ങേർക്ക് ഒരു 100 പേരെ ഇടിച്ചിടാനായിട്ട് സാധിക്കുമെന്ന്. അമ്മാതിരി ഒരു സംഭവമാണ് ലാലേട്ടന് വേണ്ടി ഇതിനകത്ത് ഒരുക്കി വെച്ച് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മുടെ ടിനു പാപ്പച്ചൻ പറഞ്ഞ കണക്ക് ഒരു തിയേറ്റർ കുലുക്കുന്ന ഇൻട്രോ ആണെന്നൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. അങ്ങനെ എന്തുകൊണ്ട് പുള്ളി അങ്ങനെ പറഞ്ഞു എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഞാൻ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇൻട്രോ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു സാധാ ഇൻട്രോ ആണ് കേട്ടോ, സിമ്പിൾ ഇൻട്രോ ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഇങ്ങനെ തിയേറ്റർ കുലുക്കുന്ന ഇൻട്രോ എന്നൊക്കെ തള്ളി വെച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനത്തെ തള്ളലുകളൊക്കെ ഈ ഒരു പടത്തിന് നെഗറ്റീവായിട്ട് വരാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ഫാൻ ഷോ കഴിഞ്ഞിട്ട് ഇറങ്ങുന്നവർ പക്ക നെഗറ്റീവ് ആയിരിക്കും പറയാനായിട്ട് ചാൻസ് കേട്ടോ. ഈ പടത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഈ സിനിമയുടെ ക്യാമറ വർക്കാണ്. ഗംഭീര സാധനം, ഓരോ ഫ്രെയിംസും അന്യായ സാധനം. പിന്നെ എടുത്ത് പറയേണ്ടത് VFX ചുരുക്കം ചില സീൻസിലൊക്കെ ഉപയോഗിച്ചാലായി എന്നുള്ളതാണ്. എല്ലാം പക്ക ബ്രഹ്മാണ്ഡ സെറ്റൊക്കെ ഉണ്ടല്ലോ, ബ്രഹ്മാണ്ഡ സെറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് ആ ഒരു മരുഭൂമിയിൽ അങ്ങാണ്ട് പോയിട്ട്. അമ്മാതിരി സാധനമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഒരു ലിജോ ജോസ് പല്ലിശ്ശേരി പടം, ഒരു ബ്രഹ്മാണ്ഡ സെറ്റിലെ ഒരു ലിജോ ജോസ് പല്ലിശ്ശേരി പടം, അതാണ് മലൈക്കോട്ടെ വാലിബൻ. പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സംഭവങ്ങളൊക്കെ നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടിട്ടില്ലേ, ട്രെയിലർ, ടീസർ, പിന്നെ കുറെ സോങ്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഒരു നാടോടി പാട്ട് പോലെയോ അങ്ങനെയുള്ള സോങ്സ് ഒക്കെയാണ് ഈ ഒരു സിനിമയ്ക്ക് അത് യൂസ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ കൊള്ളാം.
നല്ല വൈബ് സാധനമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ആ ഒരു സിനിമയ്ക്ക് യോജിച്ച രീതിയിലുള്ള സോങ്സും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നേരത്തെ പറഞ്ഞ നമുക്ക് ട്രെയിലറിലും ടീസറിലൊക്കെ കേട്ട അതേ സാധനങ്ങളൊക്കെ തന്നെയാണ് സിനിമയിലും ഉള്ളത്. കൂടുതലായിട്ട് സസ്പെൻസോ കാര്യങ്ങളോ ഒന്നും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ കാര്യത്തിലൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. മൊത്തത്തിൽ നല്ലൊരു സാധനമായിരുന്നു, സിനിമയ്ക്ക് യോജിച്ച രീതിയിലുള്ള ഒരു സാധനം. അതൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഈ ഇടിച്ചു മുഴക്കമുള്ള ആ ഒരു കുലുക്കി കറക്കുന്ന ആ ഒരു തിയേറ്റർ കുലുക്കുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ഇതിനകത്ത് യൂസ് ചെയ്തിട്ടേ ഇല്ല. നമ്മൾ ട്രെയിലർ കേട്ട് നടക്കുന്ന സാധാ ആ ഒരു രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. പിന്നെ ഡയലോഗ് ഡെലിവറി എടുത്ത് പറയണം, പക്ക ഒരു ബാലെ ടൈപ്പുള്ള ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരുടെയും ഈ ഒരു സിനിമയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്തിരിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ലിജോ ജോസ് പെല്ലിശ്ശേരിയിൽ സ്വാഭാവികം. കാരണം പുള്ളിക്കാരന്, ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന ഡയറക്ടർക്ക് സാധാരണ എല്ലാവരും ചെയ്യുന്ന രീതിയിൽ സിനിമ ചെയ്യാനായിട്ട് ഇഷ്ടമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു സാധാരണ കഥ അത് ഒരു മാസ് പടമാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ കൂടി അത് കുറച്ചും കൂടിയൊക്കെ ഡിഫറെന്റ് ആയിട്ട് ഒരു ഫ്രഷ് സാധനം തിയേറ്ററിൽ കാണിക്കണം എന്നുള്ളൊരു നിർബന്ധത്തോടു കൂടി ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം മലൈക്കോട്ടെ വാലിബൻ ഒരു ഫ്രഷ് സാധനം തിയേറ്ററിൽ കാണാൻ പറ്റി ഞാൻ സാറ്റിസ്ഫൈഡ് തന്നെയാണ്. കാരണം ഞാൻ എന്ത് പ്രതീക്ഷിച്ചോ, തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ കയ്യിൽ നിന്ന് KGF RRR ബാഹുബലിയോ ഒന്നും ഞാൻ പ്രതീക്ഷിക്കത്തില്ല. എന്തോ ഒരു സാധനം, ഓക്കെ, എന്തോ ഒരു സാധനം ഞാൻ തിയേറ്ററിൽ കാണാൻ പോയി. ലിജോ ജോസ് പെല്ലിശ്ശേരി ചെയ്തു വെച്ചിരിക്കുന്ന എന്തോ ഒരു സാധനം, ആ അങ്ങനെ നിലയ്ക്ക് എനിക്ക് നല്ലൊരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരു പക്ക ലിജോ ജോസ് പെല്ലിശ്ശേരി മാസ്റ്റർ പീസ് എന്ന് തന്നെ പറയാം. പിന്നെ ആക്ടേഴ്സിന്റെ കാര്യം എടുത്തു പറഞ്ഞാൽ ലാലേട്ടൻ പക്ക ആ ഒരു ക്യാരക്ടർ, വാലിബൻ എന്ന ക്യാരക്ടറിന് ഫിറ്റ് ആയിരുന്നു. അത് കണക്ക് ലാലേട്ടന്റെ അനിയനായിട്ട് വന്ന ക്യാരക്ടർ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. വില്ലൻ നല്ല പക്ക ഒരു സൈക്കോ ഉള്ള അടിപൊളിയായിരുന്നു വില്ലനും. അങ്ങനെ ചെയ്ത ക്യാരക്ടേഴ്സ് ഒന്നും ആരും വെറുപ്പിച്ചതായിട്ടൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും നല്ലതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു സിനിമയിലെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഗംഭീരമായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു വെറൈറ്റി സാധനമാണ്. അതൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ്. ആ ഒരു ഫൈറ്റ് സീനും ആ ഒരു പ്രത്യേക തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം കൂടി നല്ല രീതിയിൽ സിങ്ക് ആയിട്ട് പോകുന്നുണ്ട്. അതെനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്ററിൽ തന്നത്. പിന്നെ എല്ലാ ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമയ്ക്കും പറയുന്നത് പോലെ തന്നെ ഈ പടം എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആകാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, കാരണം വളരെ സ്ലോ പേസിൽ പോകുന്ന ഒരു പടമാണ്. ഒരു ബ്രഹ്മാണ്ഡ സെറ്റിൽ വളരെ സ്ലോ പേസിൽ പോകുന്ന ഒരു പടമാണ്. എനിക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ നെഗറ്റീവ് തോന്നിയിട്ടുണ്ടെങ്കിൽ അതാണ് ഒരു കാര്യം. ചില സ്ഥലങ്ങളിലൊക്കെ സിനിമ നന്നായിട്ട് ലാഗ് ആവുന്നുണ്ട്, പക്ഷെ അതൊന്നും ആ ഒരു ക്ലാസിനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യവും. എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കേട്ടോ. അപ്പം എല്ലാ സിനിമയിലും, എല്ലാ ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമയ്ക്കും പറയുന്നത് പോലെ തന്നെ ഈ ഒരു സിനിമ എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല. പക്ഷേ എന്റെ കപ്പിലെ ചായയും കട്ടൻ കാപ്പിയും ഒക്കെ ആയിരുന്നു ഈ ഒരു സിനിമ. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അതോടൊപ്പം ഞാൻ കാത്തിരിക്കുന്നു മലൈക്കോട്ടെ വാലിബനായിട്ട് ലാലേട്ടനെ ഇനിയും കാണാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും മലൈക്കോട്ടെ വാലിബൻ ഇനിയും വരുമെന്നൊരു എന്താ പറയുന്നത് ഒരു പ്രതീക്ഷയും കൂടെ തന്നിട്ടാണ് സിനിമ അവസാനിപ്പിക്കുന്നത്. പിന്നെ ചില ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് അറിയേണ്ടതാണ്. തീർച്ചയായിട്ടും ഈ ഒരു പടം നിങ്ങൾ റിവ്യൂ നോക്കി കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. പലർക്കും പല രീതിയിലുള്ള അഭിപ്രായം വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇപ്പം നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ. ഈ ഒരു പടം എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ റിവ്യൂ എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ സ്വയം മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ.